ഹലോ ഗുഡ് ഈവനിങ്, വെൽക്കം ടു ADA24/7 മലയാളം യൂട്യൂബ് ചാനൽ. കസ്റ്റം ഓഫീസർ അഥവാ നമ്മുടെ പ്രിവെന്റീവ് ഓഫീസർ എന്താണ്? എല്ലാവരുടെയും ഒരു ഡ്രീം ജോബാണ് കസ്റ്റം ഓഫീസർ ആവുക അല്ലെങ്കിൽ പ്രിവെന്റീവ് ഓഫീസർ ആവുക എന്നുള്ളത്. അതായത് വെള്ള ക്യാപ്പും അതുപോലെ വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ഒക്കെ ഇട്ട് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് അല്ലേ, കസ്റ്റം ഓഫീസറായിട്ടൊക്കെ നടക്കുന്നത്. അതായത് എയർപോർട്ടിൽ കസ്റ്റം ഓഫീസർ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്മഗ്ലിംഗ് നടത്തുന്നത്, അതിൽ പിടിക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് അങ്ങനത്തെ ഒരു യൂണിഫോം ഇട്ട് നടക്കുന്ന ഒരു ഇതാണ് നമുക്ക് കസ്റ്റം ഓഫീസർ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു രൂപം അതാണ്. അപ്പോൾ ആ ഒരു ഡ്രീം പോസ്റ്റിലേക്ക് എങ്ങനെ നമുക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹൗ ടു ബിക്കം കസ്റ്റം ഓഫീസറാണ് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം സെലക്ഷൻ പ്രോസസ്സ് എന്താണ്, എലിജിബിലിറ്റി എന്താണ്, പിന്നെ ജോബ് പ്രൊഫൈൽ ആൻഡ് റോൾ എന്താണ്, സ്കിൽസ് എന്തൊക്കെ സ്കിൽസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്, അതുപോലെ എത്രയാണ് ശമ്പളം കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് എങ്ങനെയാണ് കസ്റ്റം ഓഫീസർ ആകുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് രണ്ട് ലെവലുണ്ട്, ഒന്ന് ലെവൽ എയും ഒന്ന് ലെവൽ ബിയും. അതായത് ഗ്രൂപ്പ് ലെവൽ എയും ഗ്രൂപ്പ് ലെവൽ ബിയും. ഗ്രൂപ്പ് ലെവൽ എ എന്ന് പറയുന്നത് UPSC പരീക്ഷ എഴുതി അതിൽ ഇന്ത്യൻ റവന്യൂ സർവീസിൽ കയറി അതിൽ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് ആയിട്ട് ആകുന്ന കസ്റ്റം ഓഫീസേഴ്സ് ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് ലെവൽ ബി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് വരുന്നതാണ് ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ്, പിന്നെ പ്രിവെന്റീവ് ഓഫീസർ, പിന്നെ ഇന്ത്യൻ കസ്റ്റംസ് ആൻഡ് ഇൻസ്പെക്ടർ. ഇത് ഇത്രയും നമ്മുടെ SSC CGL പരീക്ഷ വഴി നടത്തുന്ന ഇതാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്കുള്ളത്. ഈ ഒരു കസ്റ്റം ഓഫീസർ പോസ്റ്റുകളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ലെവൽ ബി എന്ന് പറയുന്നത് SSC CGL എഴുതിയാണ് നമ്മൾ കയറുന്നത്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒരു പരീക്ഷ ആയിട്ടാണ് കയറുന്നത്. ഏകദേശം 30ഓളം പോസ്റ്റുകളാണ് ആ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പൊ അതിനകത്തൊരു പോസ്റ്റാണ് ഈ പറയുന്ന കസ്റ്റം ഓഫീസർ അല്ലെങ്കിൽ പ്രിവെന്റീവ് ഓഫീസർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ SSC CGL എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും ഓഡിറ്റർ അങ്ങനെ കുറേ CBI അങ്ങനെ കുറെ നമുക്ക് വലിയ വലിയ പോസ്റ്റ് ഹയർ പോസ്റ്റുകളുണ്ട്. അതല്ലാതെ കസ്റ്റം ഓഫീസർ, പ്രിവെന്റീവ് ഓഫീസർ, പിന്നെ പറയുമ്പോൾ ടാക്സ് ഇൻകം ഓഫീസർ, അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല പോസ്റ്റുകളാണ് ഈ പറയുന്ന കസ്റ്റം ഓഫീസർ ആയിരുന്നാലും ടാക്സ് ഇൻകം ഓഫീസർ ആയിരുന്നാലും ഒക്കെ. അപ്പൊ അതിലേക്ക് നമുക്ക് എങ്ങനെ കയറി പറ്റാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഇനി സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാന്ന് നോക്കാം. ഞാൻ പറഞ്ഞു നമ്മുടെ UPSC ലെവൽ എക്സാം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതണം. അതിന് പ്രിലിമിനറി, മെയിൻസ്, ഇന്റർവ്യൂ, ഇത്രയും കാര്യങ്ങൾ ആ ഒരു വലിയ കടമ്പ കടന്നിട്ടാണ് നമ്മൾ IRS കിട്ടി അതിൽ നിന്ന് നമുക്ക് കസ്റ്റം ഓഫീസറായിട്ട് ആകാൻ പറ്റുന്നത്, എൻഫോഴ്സ്മെന്റ് ഓഫീസറോട്ടൊക്കെ ആകാൻ പറ്റുന്നത്. ഇനി SSC CGL എക്സാം വരുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് ഇതുപോലെ തന്നെ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, അതായത് Tier 1 Tier 2 ഉണ്ട്, അതുപോലെ Tier 3 വരുന്നുണ്ട്, Tier 4, ടോട്ടൽ 4 tiers ആണ് വരുന്നത്. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, പിന്നെ നമ്മുടെ ബാക്കിയുള്ള പേഴ്സണൽ അസസ്മെന്റ് കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CGL എക്സാം പാസ്സായിട്ട് ഈ പറയുന്ന പോസ്റ്റുകളിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടും SSC CGL വഴി കയറുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഈ 3 കടമകളും കടന്നാൽ മാത്രമേ നമുക്ക് CGL എക്സാമിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ 3 കടമകളും കടന്നു നമ്മൾ കയറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം ഓഫീസർ കിട്ടില്ല എന്നല്ല, ആ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പിന്നെ വീണ്ടും അടുത്ത ഒരു പരീക്ഷ എഴുതി കയറേണ്ടി വരും. അങ്ങനത്തെ ഒരു കാര്യം കൂടി ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. അതായത് ഒരു പോസ്റ്റിലേക്ക് മാത്രമല്ല പല പോസ്റ്റിലേക്കാണ് ഈ പരീക്ഷ നടത്തുന്നത്. അതൊന്ന് ഓർത്തു വച്ചേക്കുക. ഇനി എന്താണ് എലിജിബിലിറ്റി? എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് വയസ്സ്, അതായത് ഏജ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 21 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. 21 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് ഏജ് എലിജിബിലിറ്റി വരുന്നത്. പിന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ UPSC എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അതൊരു ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആണ്. അപ്പം നമുക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. കുറഞ്ഞത് നമുക്ക് 55% മേലെ മാർക്സ് ഉണ്ടായിരിക്കണം. ഈ 2 കാര്യമാണ് എലിജിബിലിറ്റി ആയിട്ട് പറയപ്പെടുന്നത്. ഇനി വരുന്നത് ഇതിന്റെ ജോബ് പ്രൊഫൈലാണ്. ജോബ് പ്രൊഫൈൽ വേറെ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ കസ്റ്റം ലോസിനെയും റെഗുലേഷൻസിനെയൊക്കെ എൻഫോഴ്സ് ചെയ്യുക, പിന്നെ സ്മഗ്ലിംഗ്, ഇല്ലീഗൽ ട്രേഡിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുക, അതുപോലെ
ട്രേഡ് പോളിസീസൊക്കെ കറക്റ്റായിട്ട് തന്നെ എൻഷുർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് വരുന്നത്. എയർപോർട്ടിലും ഒക്കെയാണ് നമുക്ക് ഈ പറയുന്ന ജോലി കിട്ടുന്നത്. എയർപോർട്ട് കസ്റ്റം ഓഫീസ് നമ്മൾ എയർപോർട്ടാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പം എയർപോർട്ട്സിൽ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ഈ ഒരു പോസ്റ്റിംഗ് കിട്ടുന്നത്. ഇതിൽ ദെയർ വർക്ക് ഇൻവോൾവ്സ് ഇൻസ്പെക്ടിങ് കാർഗോ ഇൻസ്പെക്ട് ചെയ്യുന്നതുണ്ട്, പിന്നെ ഡോക്യുമെന്റ്സ് എക്സാമിനിങ് ചെയ്യുന്ന വർക്കുണ്ട്, കളക്ടിങ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, അതൊക്കെ ഡ്യൂട്ടീസും ടാക്സസ്. ഡ്യൂട്ടി മീൻസ് എയർപോർട്ടിൽ നിന്നൊക്കെ ഡ്യൂട്ടി ടാക്സ് ഒക്കെ പിടിച്ചു നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പം അതുപോലെയാണ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കളക്ട് ചെയ്യുന്നത് അവരാണ്. അതുപോലെ അതായത് ട്രേഡ്സ് ഒക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആ ഒരു ട്രേഡ്സ് കറക്റ്റായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ കസ്റ്റം ഓഫീസറിന്റെ ഡ്യൂട്ടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് കസ്റ്റം ഓഫീസറിന്റെ ജോബ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഡ്യൂട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് സാലറി? അവരുടെ സാലറി എന്താണ്? ബേസിക് പേ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, 44,900 രൂപ ബേസിക് പേ. ഇനി ഇവർക്ക് പല അതുപോലെ അലവൻസസ് ഉണ്ട്. അതായത് അലവൻസ് ഇപ്പം HRA, DA അങ്ങനെ പല അലവൻസസ് ഉണ്ട്. ഇൻഹാൻസ് സാലറി തന്നെ 58,000 മേലെയാണ് ഇൻഹാൻസ് സാലറി. 58 to 68 ആണ് നമുക്ക് ഇൻഹാൻസ് സാലറി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സാലറി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ബേസിക് പേ അറിഞ്ഞിരിക്കുക, ഇൻഹാൻസ് സാലറി ഇത്രയും അറിഞ്ഞിരിക്കുക. പിന്നെ അതിനോട് സംബന്ധിച്ച് വരുന്ന അലവൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഹൗസ് റെന്റ് അലവൻസ് വരുന്നുണ്ട്, DA വരുന്നുണ്ട്, അങ്ങനെ എല്ലാ അലവൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്തും വരുന്നുണ്ട്. ഇനി എന്തൊക്കെ സ്കിൽസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്? അപ്പം നമുക്ക് കോമൺലി വരുന്നത് തന്നെയാണ്. അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കുക, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കുക. അതായത് ഇപ്പം എക്സ്പോർട്ടേഴ്സിനടുത്തും സ്റ്റേക്ക് ഹോൾഡേഴ്സിനടുത്തൊക്കെ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് നിൽക്കാനുള്ള ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആക്റ്റീവ് ലിസണിങ് ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മുടെ പാസഞ്ചേഴ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ അവർ പറയുന്നത് കേൾക്കാനൊക്കെ ഉള്ളൊരു ആക്റ്റീവ് ലിസണിങ് മൈൻഡ് ഒരു കസ്റ്റം ഓഫീസറിന് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഇന്റർപേഴ്സണൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷന് കൈകാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇന്റർപേഴ്സണൽ സ്കിൽ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ അസസ്മെന്റ് ഉണ്ടായിരിക്കുക, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കുക, കമ്പ്യൂട്ടർ സ്കിൽസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വേണം എന്നുള്ള സ്കിൽസ് റിക്വയർഡ്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങളൊന്ന് സ്ട്രോങ് ആക്കുക. പിന്നെ ആക്റ്റീവ് ലിസണിങ്, ഇന്റർപേഴ്സണൽ സ്കിൽ, അസസ്മെന്റ്, ക്രിട്ടിക്കൽ, അതുപോലെ കമ്പ്യൂട്ടർ സ്കിൽസ് എല്ലാം നമുക്ക് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊന്ന് നിങ്ങൾ ഷാർപ്പാക്കി എടുത്താൽ മാത്രം മതിയാകും. ഓക്കെ, അതായത് നമുക്ക് ഇപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുക്കുന്നതും അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കുന്നതും ഒക്കെ ഉള്ളത് എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് ഈ പറയുന്ന സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ഇത്രയാണ് നമ്മുടെ ഈ ഒരു കസ്റ്റം ഓഫീസറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതൊരു വേഗ് ഐഡിയ ആണ്, നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ പ്രിവെന്റീവ് ഓഫീസർ എന്ന് പറയുന്നതും കസ്റ്റം ഓഫീസർ എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളൂ, നമുക്കും ഒരു കസ്റ്റം ഓഫീസർ ആകാം. അപ്പോൾ കറക്റ്റായിട്ട് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് പോവേണ്ട ഒരു സമയമാണ്. ജൂൺ 24 നമുക്ക് SSC CGL നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ CGL നമുക്കൊരു കസ്റ്റം ഓഫീസർ ആവാം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക, പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക. നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡെയിലി ക്വിസസ്, സബ്ജക്റ്റ് വൈസ് ക്വിസസ്, അതുപോലെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് ത്രൂ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഹോം പേജ് ആയിരിക്കും. ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ വഴി ക്വിസസും അതുപോലെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. ഇനി നമ്മുടെ ഒരു ബാച്ച് നമ്മൾ SSCയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CGLന് വേണ്ടിയിട്ടുള്ള ബാച്ചും തന്നെയാണത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കോഡ് Y340 ആണ്. മാക്സിമം ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ജോയിൻ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത പുതിയ ഇൻഫർമേഷനുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.